ഭാരതത്തിന്റെ ആത്മീക ചരിത്രത്തിൽ ആദ്യമായി സ്മാർത്തയജ്ഞങ്ങളുടെ ചൂടാമണിയായ മഹാകാളിയായാഗം നടക്കുന്നത് തിരുവനന്തപുരം വിഴിഞ്ഞം വെങ്ങാനൂർ പൗർണമിക്കാവിന്റെ അങ്കണത്തിൽ. മഹാഭൈരവ അഖാഡയാണ് ഇതിൽ സംഘടിപ്പിക്കുന്നത്. മഹാകാളിയ യോമം ഭാരതത്തിൽ തന്നെ ആദ്യമായി നടക്കുന്ന ഒരു യാഗമാണ്.
ചേട്ടൻ്റെ പേരെന്ന് പറയാം. എൻ്റെ പേര് ബിനുരാജ് ഗ്രാൻഡ് കാറ്ററിംഗ് പേര്. എവിടെയാണ് സ്ഥലം? ഞാൻ ട്രിവാൻഡ്രം കൊല്ലം ബീച്ച് ചെയ്യുന്നത്. ട്രിവാൻഡ്രം കൊല്ലം. ആ, ഞാൻ 15 വർഷത്തോളമായി ഈ സംരംഭം തിരഞ്ഞെടുത്തത്. ഇവിടെ ഇപ്പോൾ ഈ യാഗത്തിനോടനുബന്ധിച്ചാണല്ലോ ഈ സദ്യവട്ടം. അതെ. അപ്പോൾ രാവിലെ എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും? രാവിലെ നമ്മൾ 6-ാം തീയതി രാവിലെ 6:30 മണി തൊട്ട് തുടങ്ങിയ ഒരു യജ്ഞമാണ് ഇവിടെ. കാരണം പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തോട്ട് ഓരോ ദിനം പ്രതി ഈ ജനങ്ങളുടെ ഒരു ബാഹുല്യം ഇവിടെ കൂടിക്കൂടി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ രാവിലെ കാപ്പി ഒരു ഐറ്റം നമ്മൾ ഇവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ പറ്റാതെ വന്നിട്ട് പിന്നെ രണ്ടാമത് നമ്മൾ ഉപഭോഗം അങ്ങനെയുള്ള ഐറ്റംസ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങൾ കൊടുത്താണ് ഭക്തർ ഇവിടെ നിന്ന് വിടുന്നത്. ഒരു കാരണവശാലും ഈ 12 മണിക്ക് ഉച്ചയ്ക്ക് ആഹാരം ആവുന്ന സമയം വരെ വരുന്ന ഭക്തി ഏതെങ്കിലും ഒരു ആഹാരം, ഒരു കാപ്പി എന്നുള്ള നിലയിൽ കൊടുക്കുന്നു, അവരെ വിടുന്നു. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന ആഹാരം വൈകുന്നേരം വരെയും വരുന്നവർക്ക് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം നമ്മൾ വീണ്ടും അവർക്ക് കാപ്പി കൊടുക്കുന്നു. അത് രാത്രി എത്ര വൈകിയ വേളയിലാണ് വരുന്നതെങ്കിലും അവർക്ക് കൊടുത്ത് അവസാനം നമ്മൾ ഒരു പിടി ആഹാരം ബാക്കി വെച്ചിട്ട് മാത്രമേ ഇവിടെ അടുപ്പണയ്ക്കാൻ പറ്റത്തില്ല. കാര്യം വെച്ചാൽ ഈ തുടർച്ചയായിട്ട് ഏതാണ്ട് ഒരു 25 പേരുടെ അധ്വാനം ഇവിടെ തുടർച്ചയായിട്ട് കഴിഞ്ഞ 5-ാം തീയതി ഇവിടെ കയറിയതാണ് ഇവരെല്ലാം. അതിനുശേഷം തുടർച്ചയായിട്ട് അവരിങ്ങനെ ഇതിൻ്റെ പുറകിൽ നിന്ന് ആത്മാർത്ഥമായിട്ട്, അതായത് രായും പകലും ഇല്ലാതെ ഉറക്കൊഴിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായിട്ടുള്ള പ്രയത്നം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 10 ചാക്കരി വരെയാണ് പോകുന്നത്. 10 ചാക്കരി വരെയാണ് പോകുന്നത്. അതെ. അതുകൊണ്ട് അതിൻ്റെതായ രീതിയിലാണ് നമ്മളിന്ന് പോകുന്നത്. ഇന്നിപ്പോൾ ഒരു പായസം ഉൾപ്പെടെയാണ് ലാസ്റ്റ് ഇന്നിപ്പോൾ കൊടുക്കുന്നത്, അന്നദാനം കൊടുക്കുന്നത്. ഇന്നുകൊണ്ട് അവസാനിപ്പിക്കണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി നാളെ രാവിലെ ആരെങ്കിലും തങ്ങി നിൽക്കുന്നവർക്ക് കാപ്പി എന്തെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ തയ്യാറാണ്. ഇതിനുള്ള അരികളൊക്കെ ഈ എല്ലാം സംഭാവനയായിട്ട് കൊടുക്കും. അല്ലല്ല, ഇതുവരെയും എൻ്റെ അടുത്ത് തന്നിരിക്കുന്നത് ഇതിൻ്റെ മുഖ്യ ശില്പി എന്ന് പറയുന്ന അജി, അതുപോലെ തന്നെ ഭുവനേന്ദ്രൻ ചേട്ടൻ, AK അജി ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് മൊത്തം സാധനങ്ങൾ ഞാൻ തന്നെ പർച്ചേസ് ചെയ്ത് ഞാൻ തന്നെ വേവിച്ച് കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പുണ്യകർമ്മം കൂടിയാണല്ലോ. പുണ്യകർമ്മം കൂടിയാണ്. കാര്യം എനിക്ക് പുണ്യകർമ്മം ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഈ മുനിവര്യം വന്നപ്പോഴത്തേക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു പുണ്യം എന്ന് പറയുന്നത് ഈ 10,000 നിൽക്കുന്ന വേദിയിൽ എനിക്ക് പോയി പുള്ളിയുടെ കാലിൽ പാദസ്പർശം തൊട്ട് നമസ്കരിക്കാൻ കഴിഞ്ഞു. അന്നം കൊടുക്കുക എന്ന് പറയുന്നതിനേക്കാൾ വലിയൊരു പുണ്യം വേറൊന്നുമില്ല. ആ അന്നം കൊടുക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയതെന്ന് സംഘാടകരും ഈ കൂടിയ അമ്മമാരും എല്ലാം ഓടി വന്ന് എൻ്റെ അടുത്ത് പറയുകയുണ്ടായി. അത് തന്നെ വലിയൊരു അനുഭവമാണ്. ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പൗർണമിക്കാവിലമ്മയുടെ തിരുനടയിൽ നടക്കുന്ന മഹാകാളികായാഗം മഹാകാലഭൈരവ അഖാഡയാണ് ഏകോപിപ്പിക്കുന്നത്. ഈ മഹായാഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത 51 ശക്തിപീഠങ്ങളെ പ്രതിനിധീകരിച്ചും ഭാരതത്തിലെ മഹാശിവക്ഷേത്രങ്ങളിൽ നിന്നുമുള്ള ആചാര്യന്മാരുടെ കാർമ്മികത്വത്തിലാണ് നടക്കുന്നത്. കൊല്ലൂർ മൂകാംബിക മുഖ്യ തന്ത്രി ഡോക്ടർ രാമചന്ദ്ര അടികയുടെ കാർമ്മികത്വത്തിൽ ആരംഭിച്ച് ആസാമിലെ കാമാഖ്യ ദേവീക്ഷേത്രത്തിന്റെ മുഖ്യ പുരോഹിത് പ്രൊഫസർ അശോക് ഭട്ടാചാര്യ ജിയുടെ കാർമ്മികത്വത്തിലാണ് ഈ മഹായാഗം അവസാനിക്കുന്നത്. ഈ യാഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഭാരതത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി വിവിധ മഹാകാലഭൈരവ ക്ഷേത്രങ്ങളിൽ നിന്നും മുഖ്യ ആചാര്യന്മാരുടെ കാർമ്മികത്വത്തിൽ കാലഭൈരവ ഹവനം നടക്കുന്നു എന്നതാണ്. ഈ കാലഭൈരവ ഹവനത്തിൽ 16 തലമുറയിലെ പിതൃക്കൾക്ക് മോക്ഷപ്രാപ്തി പ്രദാനം ചെയ്യാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ മഹായാഗം ലോകത്താദ്യമായി 51 അക്ഷരങ്ങളെ പ്രതിഷ്ഠിക്കുന്ന പൗർണമിക്കാവിലാണ് നടക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത. ഈ മഹായാഗത്തിൽ ഭാരതത്തിന്റെ അഹോരി സന്യാസിമാരുടെ സുപ്രീം ചീഫ് ശ്രീ ആചാര്യ മഹാമണ്ഡലേശ്വർ കൈലാസ്പുരി സ്വാമിജി ഇവിടെ എത്തുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. ഈ യാഗത്തിൽ ഏകദേശം 6 കുണ്ടങ്ങളാണ് ഈ യാഗത്തിനായി ഒരുക്കിയിട്ടുള്ളത്. അതിൽ ശതസഹസ്ര കാളികയും രുദ്രഹവനവും പൂർണ്ണമായും താന്ത്രിക ആചാരാനുഷ്ഠാനങ്ങളാൽ മന്ത്രധ്വനികളിലൂടെ യാഗാഗ്നി സമർപ്പണം നടക്കുമ്പോൾ ഭക്തജനങ്ങൾക്ക് സ്വന്തം കൈകൾ കൊണ്ട് സമർപ്പിക്കുന്ന തരത്തിൽ വൈദിക താന്ത്രിക സമ്മിശ്ര പ്രകാരമാണ് കാളികായാഗവും കാലഭൈരവ ഹവനവും നടക്കുന്നത്. ഈ മഹായാഗത്തിൽ ഭാരതത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയ മഹാ ആചാര്യന്മാർ വളരെ സന്തോഷത്തിലും പൂർണ്ണമായും ആചാരാനുഷ്ഠാനത്തോടും കൂടിയാണ് നടക്കുന്നത് എന്നത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. श्री महंत हर पदवी का अधिकार उसको गृहस्थ में दिया गया है. गृहस्थ सर्वश्रेष्ठ आश्रम, इस आश्रम से बड़ा हमारा कोई आश्रम नहीं है पृथ्वी पर. 10 को खिलाने की शक्ति किसको? गृहस्थ को.
10 को सुलाने की शक्ति किसको? गिरस्त को। पशु पक्षी पालन करने की शक्ति किसको? गिरस्त को। संत भी आते हैं गिरस्त के पास, जीते हैं गिरस्त के पास, क्यों असमर्थ हो जाते हैं। जो भगवान के सेवा में केवल अपनी मुक्ति मांगा वो संत नहीं है। हर महादेव, जरा जोर से बोलिए जय सिया राम। अभी भी कुछ लोग की आवाज नहीं आई, मन नहीं भरता है। जय सिया राम। श्री राम उद्घोष नहीं बेटा, श्री राम युद्ध का उद्घोष है। जय सिया राम बोलो, जय सिया राम से। ഈ ക്ഷേത്രത്തിൽ സ്വാമിജി ഇവിടെ എത്തി. ഇവിടത്തെ അമ്മയെ സ്വാമിജി കണ്ടു. സർവ ലോകത്തിനും സർവ ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന പൗർണമിക്കാവിൽ അമ്മയുടെ തിരുനടയിൽ മറ്റൊരമ്മ എല്ലാ ഭക്തജനങ്ങൾക്കും ആശ്രയമരുളി ഇവിടെയുണ്ട്. ആ മഹത്തായ അമ്മ, ആ അമ്മയ്ക്ക് സ്വാമിജി മഹാകാലഭൈരവ അഖാഡയുടെ പേരിൽ ആ അമ്മയെയും സ്വാമിജി മഹാമണ്ഡലേശ്വരായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് സ്വാമിജി പറഞ്ഞിരിക്കുന്നത്. ഭക്തജനങ്ങൾക്ക് ക്ഷേത്ര മഹാകാളിക സമിതിയുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ലോക സമാധാനത്തിനായി, നമ്മുടെ നാടിൻ്റെ രക്ഷയ്ക്കായി ഈ യാഗം ഇവിടെ സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ശ്രീ പൗർണമിക്കാവ് ബാലഭദ്ര ക്ഷേത്രം ട്രസ്റ്റിൻ്റെ മുഖ്യ കാര്യദർശി ശ്രീ MS ഭുവനചന്ദ്രൻ അവരുടെ മുഖ്യ നേതൃത്വത്തിൽ നടക്കുന്ന ഈ മഹാകാളിക യാഗത്തിൻ്റെ പരിസമാപ്തി ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഇവിടെ അവസാനിക്കുകയാണ്. अर्चन्तो पुत्रका उत पुरन्नधृष्णमर्चता याज्ययायजति प्रत्यर्वयाज्या पुण्यैव लक्ष्मीः पुण्यामेव तल्लक्ष्मीं सम्भावयति पुण्यां लक्ष्मीं संस्कुरुते।